കേരളത്തെ നടുക്കിയ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ ഷാരോണിനെ വധിക്കാൻ ആസൂത്രണം ചെയ്തതും കൃത്യം നടപ്പാക്കിയതും കന്യാകുമാരിയിൽ വെച്ചാണ്. പക്ഷേ കേസ് അന്വേഷിച്ചതാകട്ടെ കേരള പോലീസും. ഇതെങ്ങനെ സാധ്യമായെന്ന സംശയം പലർക്കുമുണ്ടാകാം. സത്യത്തിൽ ഷാരോൺ രാജ് കൊലക്കേസിൽ അന്വേഷണം ഏറ്റെടുക്കാൻ കേരള പോലീസിനെ സഹായിച്ചത് ഗ്രീഷ്മ നടത്തിയ തട്ടിക്കൊണ്ടുപോകൽ ശ്രമമാണ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി വിധിയിൽ തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിനും പ്രത്യേകമായി ശിക്ഷ വിധിച്ചതോടെ നിയമപരമായി കേസ് കൂടുതൽ ദൃഢവുമായി. ഒരുപക്ഷെ കേരള പോലീസ് ഈ നീക്കം നടത്തിയിരുന്നില്ല എങ്കിൽ കേസ് അന്വേഷണം പണ്ടേ തമിഴ്നാട് പോലീസിന് കൈമാറേണ്ടി വരുമായിരുന്നു. കാരണം കുറ്റകൃത്യത്തിൻ്റെ പ്രധാന ഭാഗം നടന്നത് തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂവമ്പള്ളിക്കോണത്തെ ശ്രീനിലയം എന്ന വീട്ടിൽ വെച്ചാണ്. നിയമപരമായി കൃത്യം നടന്ന സ്ഥലത്തെ പോലീസിനാണ് അന്വേഷണ ചുമതല കൈവരിക. അത്തരത്തിൽ കേസന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ ഒരുപക്ഷേ കേരളത്തിൽ ലഭിക്കുന്ന പ്രാധാന്യവും സൂക്ഷ്മതയും കേസിൽ നഷ്ടപ്പെടുമോ എന്ന് കേരള പോലീസ് സംശയിച്ചു. തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നാണ് നിയമപരമായി ഈ കുരുക്കഴിക്കാൻ വഴി കണ്ടെത്തിയത്. ഷാരോണിനെ ഗ്രീഷ്മ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അതോടെ തട്ടിക്കൊണ്ടുപോയതിനും ഗ്രീഷ്മയ്ക്കെതിരെ കേസെടുത്തു. അതോടെ കേസ് കേരളത്തിൽ നിലനിർത്താനും കഴിഞ്ഞു. ഈ നിലപാട് കോടതിയും അംഗീകരിച്ചു. കോടതി വിധിയിലെ 7-8 ഖണ്ഡികയിൽ പറയുന്ന തട്ടിക്കൊണ്ടുപോകലിന് ഷാരോൺ രാജ് വിധേയനായതായി കോടതി കണ്ടെത്തിയെന്നാണ്. പാറശാലയിലെ വീട്ടിൽ നിന്നും ഗ്രീഷ്മയുടെ ആവശ്യപ്രകാരമാണ് ഷാരോൺ കന്യാകുമാരി ജില്ലയിലെ ദേവിയോട് വില്ലേജിലെ പൂവമ്പള്ളിക്കോണത്തെ ശ്രീനിലയം എന്ന വീട്ടിലെത്തിയത്. വീട്ടിൽ അമ്മയും അമ്മാവനും ഇല്ലെന്നു പറഞ്ഞ ഗ്രീഷ്മ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഷാരോണിനെ പ്രലോഭിപ്പിച്ച് വിളിച്ചിരുന്നു. ഈ ഫോൺ വിളിയാണ് തട്ടിക്കൊണ്ടുപോകലായി കോടതി പരിഗണിച്ചത്. ഫോണിൽ ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ച ഗ്രീഷ്മ ഷാരോണിനെ നിർബന്ധപൂർവ്വം രാമവർമ്മൻ ചിറയ്ക്ക് സമീപത്തെ പൂവമ്പള്ളിക്കോണത്തുള്ള വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്നും ഇത് തട്ടിക്കൊണ്ടുപോകലാണെന്നും കോടതി കണ്ടെത്തി. കുറ്റകൃത്യത്തിൻ്റെ തുടക്കം കേരളത്തിൽ നിന്നാണെന്ന് സ്ഥാപിക്കാൻ കേരള പോലീസിനെ സഹായിച്ചതും ഇതേ വകുപ്പാണ്. തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്ന് കേസിന്റെ വിചാരണ വേളയിൽ കേരള പോലീസിന് തെളിയിക്കാൻ സാധിച്ചിരുന്നു. ഷാരോണുമായി ഗ്രീഷ്മ നടത്തിയെന്ന് പറയുന്ന ഫോൺ വിളിക്ക് മുൻപ് തന്നെ കഷായത്തിൽ കലർത്താനുള്ള വിഷവസ്തു ഗ്രീഷ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നതായും കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ഇക്കാര്യങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞതായും പോലീസ് തെളിവ് നൽകി. ഇതോടെ കൊലപാതകം ലക്ഷ്യം വെച്ചുള്ള തട്ടിക്കൊണ്ടുപോകലെന്ന കുറ്റകൃത്യം ഗ്രീഷ്മ നടത്തിയെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പില്ലാതെ കൊലപാതകം മാത്രമായിരുന്നുവെങ്കിൽ കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിൽ മാത്രമാണെന്ന വാദത്തിന് ശക്തി കൂടുമായിരുന്നു. ഇതോടെ കേസന്വേഷണം തമിഴ്നാട് പോലീസിനും വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റാനും എളുപ്പം സാധിച്ചേനെ. ഇത് മറികടക്കാനാണ് തട്ടിക്കൊണ്ടുപോകലെന്ന വകുപ്പ് കൂടി കേസിൽ ഗ്രീഷ്മയ്ക്കെതിരെ കേരള പോലീസ് ചുമത്തിയത്. രാമവർമ്മൻ ചിറയിലെ ശ്രീനിലയം വീട്ടിലേക്ക് സുഹൃത്തിനൊപ്പം വരികയായിരുന്ന ഷാരോണിന്റെ ബൈക്കിന്റെ എതിർദിശയിൽ ഇലഞ്ചിറ ജംഗ്ഷനിൽ വെച്ച് ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കടന്നുപോയതായും കോടതി വിധിയിൽ പറയുന്നുണ്ട്. വീട്ടിലെ കിടപ്പുമുറിയിലെത്തിയ ഗ്രീഷ്മ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഒരിക്കൽ കൂടി ഷാരോണിനെ നിർബന്ധിച്ചതായും ഇത് നിരസിച്ചതോടെയാണ് കഷായം ചലഞ്ചിലൂടെ വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകിയതെന്നും തെളിഞ്ഞിരുന്നു. മുൻപ് കഷായം കുടിക്കാന്ന് ചലഞ്ച് ചെയ്ത് പറഞ്ഞിരുന്നതല്ലേ, ദാ ഇരിക്കണ് കുടിക്കിൻ എന്നായിരുന്നു ഷാരോണിനോട് ഗ്രീഷ്മ പറഞ്ഞെന്നും കോടതി വിധിയിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് വിധി പറഞ്ഞത്. 3 മാസം കൊണ്ടാണ് വാദം പൂർത്തിയാക്കിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരെയും കോടതി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിധി പ്രസ്താവിക്കുന്നതിനിടെ ഗ്രീഷ്മയ്ക്കെതിരെ രൂക്ഷ പരാമർശങ്ങൾ കോടതി നടത്തിയതോടെ വധശിക്ഷ ലഭിച്ചേക്കുമെന്ന പ്രതീതി നിറഞ്ഞു. 11:30 കോടതി വിധി പ്രസ്താവിച്ചു. ഗ്രീഷ്മ ചെയ്ത കുറ്റം അപൂർവങ്ങളിൽ അപൂർവം, മരണം വരെ തൂക്കിലേറ്റാൻ വിധിക്കുന്നു. 2022 ഒക്ടോബർ 25-നായിരുന്നു ആന്തരിക അവയവങ്ങൾ വെന്ത് 11 ദിവസത്തോളം വെള്ളം പോലും കുടിക്കാൻ സാധിക്കാത്ത നരകയാതനയ്ക്കൊടുവിൽ ഷാരോൺ മരണത്തിന് കീഴടങ്ങിയത്. തിരുവനന്തപുരം റൂറൽ SP ആയിരുന്ന D ശില്പയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് കേസ് അന്വേഷിച്ചത്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ചായിരുന്നു അന്വേഷണം നടന്നത്. ഡിജിറ്റൽ ഫോറൻസിക് ശാസ്ത്രീയ തെളിവുകളും കേസിൽ അതിനിർണായകമായി. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.